ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഒരു ട്രാവൽ വ്ളോഗാണ്. അമേരിക്കയിലുള്ള അറ്റ്ലാന്റയിൽ നിന്നും മെക്സിക്കോയിലെ കാൻകൂണിലേക്കുള്ള യാത്രയുടെ വിവരങ്ങളും വിശേഷങ്ങളുമാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ യാത്ര തുടങ്ങുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അറ്റ്ലാന്റയിൽ നിന്നാണ്. അറ്റ്ലാന്റയിലെ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ് ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലോകത്തിലെ തന്നെ തിരക്കേറിയ എയർപോർട്ടുകളിൽ ഒന്നാണ് അറ്റ്ലാന്റയിലേത്. അപ്പോൾ രാവിലെ തന്നെ ബാഗൊക്കെ പാക്ക് ചെയ്ത് റെഡിയായി ഞങ്ങൾ യാത്ര പുറപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അറ്റ്ലാന്റയിൽ നിന്ന് കാൻകൂണിലേക്ക് ഏകദേശം 2.5 മണിക്കൂറിൻ്റെ ഫ്ലൈറ്റ് ട്രാവൽ ജേണിയാണ് ഉള്ളത്. ഈ ഒരു 2.5 മണിക്കൂർ ഫ്ലൈറ്റ് ജേണി നിങ്ങൾക്കൊരിക്കലും ബോറടിക്കുകയില്ല. കാരണം നിങ്ങൾ യാത്ര ചെയ്യുന്നത് ഗൾഫ് ഓഫ് അമേരിക്കയുടെ മുകളിൽ കൂടിയാണ്. താഴെ നോക്കിക്കഴിഞ്ഞാൽ നല്ല വെളുത്ത മേഘങ്ങളും അതുപോലെ തന്നെ ഗൾഫ് ഓഫ് അമേരിക്കയുടെ ദൃശ്യങ്ങളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എയർപോർട്ടിൽ ലാൻഡ് ചെയ്തതിന് ശേഷം ഇമിഗ്രേഷൻസ്, കസ്റ്റംസ് ക്ലിയറൻസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങുമ്പോഴേക്കും റിസോർട്ടിലേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ റെഡിയായിരുന്നു. ഇനി റിസോർട്ടിനെ പറ്റി പറയാം. ഓക്കെ, നമ്മളപ്പോൾ അക്കോമഡേഷൻ ബുക്ക് ചെയ്തിരിക്കുന്നത് മൂൺ പാലസ് ഓൾ ഇൻക്ലൂസീവ് റിസോർട്ടിലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ ഒരു പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഇൻക്ലൂഡാണ്. അതായത് നമ്മളുടെ ട്രാൻസ്പോർട്ടേഷൻ ഇൻക്ലൂഡാണ്, പിന്നെ അതുപോലെ തന്നെയുള്ള ഭക്ഷണവും ബാക്കിയുള്ള എൻ്റർടൈൻമെൻറ്റ്സ് എല്ലാം നമുക്ക് ഈ ഒരു റിസോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ അവൈലബിൾ ആയിരിക്കും. ഞങ്ങൾ ബുക്ക് ചെയ്തത് മൂൺ പാലസ് സൺറൈസ് റിസോർട്ടിലാണ്. ഈ മൂൺ പാലസ് റിസോർട്ടിൽ തന്നെ 3 പ്രോപ്പർട്ടീസുകളുണ്ട്. അതായത് ഒന്ന് മൂൺ പാലസ് സൺറൈസ്, ഗ്രാൻഡ്, നിസൂക്ക് എന്നീ 3 വ്യത്യസ്ത ഹോട്ടൽ അല്ലെങ്കിൽ റിസോർട്ടുകളാണ് ഈ ഒരു മൂൺ പാലസിൻ്റെ സെഷനിൽ തന്നെ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ബുക്ക് ചെയ്യാവുന്നതാണ്. എല്ലാം അടുത്തടുത്ത് തന്നെയാണ്. അതായത് നമുക്ക് വാക്കബിൾ ഡിസ്റ്റൻസ് തന്നെയാണ് ഈ ഒരു 3 റിസോർട്ടുകളും തമ്മിലുള്ളത്. ഈ ഒരു റിസോർട്ടിൽ നിന്ന് ബീച്ച് ആക്സസ് അവൈലബിൾ ആണ്. അതായത് കരീബിയൻ സീ ബീച്ചിലേക്കുള്ള ആക്സസ് അവൈലബിൾ ആണ്. ഈ ഒരു മൂൺ പാലസ് ഓൾ ഇൻക്ലൂസീവ് റിസോർട്ടിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഫുഡ് വെറൈറ്റീസ് ആണ്. ഇവിടുത്തെ ഭക്ഷണം എന്ന് പറഞ്ഞ ഒരു സെലിബ്രേഷനാണ്. ഇവിടെ മൾട്ടിപ്പിൾ റെസ്റ്റോറൻറ്റ്സുകളുണ്ട്. അതായത് മെക്സിക്കൻ, ഇറ്റാലിയൻ, ഏഷ്യൻസ്, പലതരത്തിലുള്ള സീ ഫുഡ്സ്. എന്താണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ അതൊക്കെ ഇവിടെ നിന്ന് ടേസ്റ്റ് ചെയ്ത് വാങ്ങി കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഡെസേർട്സിനൊക്കെ പ്രത്യേക സെഷൻ തന്നെയുണ്ട്. നിങ്ങൾ ഇതുവരെ കാണാത്ത പല വെറൈറ്റി ഡെസേർട്സും ഇവിടെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. മറ്റൊരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കൂടിയുണ്ട്, ആഗ്ര. അപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യൻ വെറൈറ്റി ഫുഡ് ട്രൈ ചെയ്യണമെങ്കിൽ അങ്ങനത്തെ ഒരു ഓപ്ഷൻസ് കൂടി ഇവിടെ അവൈലബിൾ ആണ്.
അങ്ങനെ ഈ വെറൈറ്റി ഫുഡൊക്കെ കഴിച്ച് നിങ്ങൾ അല്പം ക്ഷീണിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങളെ എൻ്റർടൈൻ ചെയ്യാനായിട്ടുള്ള മ്യൂസിക്സ് ആൻഡ് ഡാൻസ് ഷോസ് കൂടി ഇവിടെ ചിലപ്പോൾ നൈറ്റിൽ ഉണ്ടാകാറുണ്ട്. അപ്പം നമ്മൾ പോയ സമയത്ത് ഇവിടെ നൈറ്റിൽ അങ്ങനത്തെ ഒരു ഷോ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഒരു ഇവൻറ്റും കൂടി നമുക്ക് ആസ്വദിക്കാം. ഈ ഒരു റിസോർട്ട്, അതായത് ഓൾ ഇൻക്ലൂസീവ് മൂൺ പാലസ് റിസോർട്ട് ഒരിക്കലും ഒരു ബഡ്ജറ്റ് ഫ്രീ റിസോർട്ടാണെന്ന് പറയാൻ സാധിക്കുകയില്ല. കാരണം ഇവിടുത്തെ ഒരു നൈറ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം $450 മുതൽ ഒരു $1,000 വരെയൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. കാരണം സീസൺസ് അനുസരിച്ച് ഇവിടുത്തെ റേറ്റിലും വ്യത്യാസം വന്നേക്കാം. ഈ ഒരു റിസോർട്ടിൽ ഫുഡും എൻ്റർടൈൻമെൻറ്റ്സും മാത്രമല്ല, ഗെയിംസ് കളിക്കാനുള്ള പ്രത്യേക സെഷൻസും കൂടിയുണ്ട്. അഥവാ നിങ്ങളൊരു ഗ്രൂപ്പായി പോവുകയാണെങ്കിൽ തീർച്ചയായും ഈ ഒരു ഗെയിം സെഷൻ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. കിഡ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള പല ഗെയിംസുകളും ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കാൺകൂൺ വരാൻ താല്പര്യമുണ്ടെങ്കിൽ, ഏതെങ്കിലും വെക്കേഷൻ പ്ലാനിൽ കാൺകൂൺ വരാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു റിസോർട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ്, ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്ന ഓപ്ഷൻസ് കൂടാതെ ലേസി റിവർ, അഡൽട്ട്സ് പൂൾ, കിഡ്സ് പൂൾ, വാട്ടർ സ്പോർട്സ്, സ്പാ, അങ്ങനത്തെ ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് ഷോസ് ഒക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ഓൾ ഇൻക്ലൂസീവ് ആണ്. അത് നിങ്ങളൊരു പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു പാക്കേജിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ തന്നെ താമസിച്ച് ഇവിടെ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന പലതര ഓപ്ഷൻസും ഇവിടെ അവൈലബിൾ ആണ്. പൊതുവേ മെക്സിക്കോയിൽ വരുന്നവരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതായത് സേഫ്റ്റി കൺസേൺ ഉണ്ടായിരിക്കും പ്രത്യേകിച്ച്. കാരണം പുറത്തൊക്കെ താമസിക്കുകയാണെങ്കിൽ സേഫ്റ്റി കൺസേൺ ആണ് പൊതുവേ പറഞ്ഞു വരാറുള്ളത്. പക്ഷേ ഇതുപോലെയുള്ള ഓൾ ഇൻക്ലൂസീവ് റിസോർട്ടിൽ നിങ്ങൾ താമസിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരു സേഫ്റ്റി കൺസേണിൻ്റെ ഒരു ആവശ്യം തന്നെയില്ല. കാരണം ഇവിടെ എല്ലാം സെക്യൂർഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ നമ്മൾ റിസോർട്ടിൽ താമസം 2 ദിവസത്തെ താമസമൊക്കെ കഴിഞ്ഞ് നമ്മളപ്പോൾ തിരിച്ച് എയർപോർട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ മൂൺ പാലസിൻ്റെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ ഷട്ടിൽ സർവീസ് അവൈലബിൾ ആണ്. നമ്മൾക്ക് എയർപോർട്ടിലേക്ക് പോകണമെങ്കിൽ അവർ തന്നെ നമ്മളെ എയർപോർട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്ത് തരും. പിന്നെ വേറൊരു പ്രത്യേകത, ഈ ഒരു കാൻകൂണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു മെക്സിക്കൻ സിറ്റി ആണെങ്കിലും ഇവിടെ ആൾക്കാർക്ക് ഇംഗ്ലീഷാണ് പൊതുവെ സംസാരിക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ലാംഗ്വേജിനൊരു പ്രശ്നം വരാറില്ല. പൊതുവേ നിങ്ങൾ വേറെ ഏതെങ്കിലും മെക്സിക്കൻ സിറ്റിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് സ്പാനിഷ് അറിഞ്ഞിരിക്കണം മെയിനായിട്ട്. പക്ഷേ ഇവിടെ കാൻകൂണിൽ ആ ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് ഇവിടെ വരാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ലാംഗ്വേജ് ഒരു പ്രശ്നമായിരിക്കില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ തിരിച്ച് അറ്റ്ലാന്റയിലേക്കുള്ള യാത്രയിലാണ്. നമുക്ക് അമേസിംഗ് ആയ ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ ഒരു കാൺകൂൺ യാത്ര സമ്മാനിച്ചത്. നിങ്ങൾക്കും ഈ ഒരു ഡെസ്റ്റിനേഷൻ വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങളെ കുറച്ചെങ്കിലും സഹായിക്കും എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ പോയ റിസോർട്ട് കൂടാതെ ഒരുപാട് ഡെസ്റ്റിനേഷൻ, അതായത് ഹോട്ടൽസ് ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓപ്ഷൻസ് വേണമെങ്കിൽ അതും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ബുക്ക് ചെയ്തിട്ട് ഈ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് തീർച്ചയായും വരാം. നിങ്ങൾക്കും കൂടി ഇഷ്ടപ്പെടുന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ട് തന്നെയാണ് ഈ ഒരു കാൺകൂൺ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കൂടി വീണ്ടും കാണാം. താങ്ക് യു, ബൈ.